അടുത്ത 24 മണിക്കൂറിനകം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഉൾപ്പെടെ കാലവർഷം വീണ്ടും സജീവമാകുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയൊരുക്കി ബംഗാൾ ഉൾക്കടലിൽ 3 ന്യൂനമർദ്ദങ്ങളാണ് രൂപപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ ന്യൂനമർദ്ദം 24 മണിക്കൂറിനകം ശക്തി പ്രാപിക്കും. 10 ദിവസത്തിനുള്ളിൽ 3 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ആയതിനാൽ കാലവർഷം പിൻവാങ്ങുന്നതിന് മുൻപായി ഒരിക്കൽ കൂടി സജീവമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചു തുടങ്ങും. നാളെയും മറ്റന്നാളും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജില്ലകളിൽ യെല്ലോ അലർട്ട് അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളാണ് മഴയ്ക്ക് കാരണമാകുന്നത്. തെക്കൻ ചൈന കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തിച്ചേരുന്ന അന്തരീക്ഷ ചുഴി അടുത്തയാഴ്ചയോടുകൂടി ന്യൂനമർദ്ദമായി മാറും. കൂടെ അറബിക്കടലും സജീവമാകുന്നതോടെ അറബിക്കടലിൽ കൂടുതൽ മഴമേഘങ്ങൾ രൂപപ്പെടുകയും കടലിലും കേരള തീരം ഉൾപ്പെടെയുള്ള പശ്ചിമ തീരത്തും മഴ ശക്തിപ്പെടുകയും ചെയ്യുമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. അടുത്തയാഴ്ച വരെ മഴ നീണ്ടു നിന്നേക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം തമിഴ്നാട്ടിലും മഴ നൽകും. വടക്കൻ തമിഴ്നാട്, തീരദേശ തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു. മധ്യ വടക്കൻ കേരളത്തിൽ മഴ കനക്കും. ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. 14 ജില്ലകളിലും മഴ സാധ്യതാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ആദ്യത്തെ ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനകം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ 25, 26 തീയതികളിലായി വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റ് 2 ന്യൂനമർദ്ദങ്ങൾ കൂടി രൂപപ്പെടും. ഇത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കും. മൂന്നാമത്തെ ന്യൂനമർദ്ദം തെക്കൻ ചൈന കടലിൽ നിന്നും എത്തി സെപ്റ്റംബർ 30 ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടേക്കും. വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.